ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഗോഡ് ഗ്രേസ്ഫുള്ളി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊന്ന് കോഴിക്കോട് ബീച്ച് വരെ ഒന്ന് പോയി വന്നാലോ. നിങ്ങളെല്ലാവരും എപ്പോഴും പോവാറുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും ഞങ്ങളുടെ കൂടി ഒന്ന് പോയാലോ. നമ്മൾ ഈ ബീച്ചിനെ കൂടി സംസാരിക്കുമ്പോൾ ഭയങ്കര രസമാണല്ലേ. എത്ര പോയാലും മടുക്കാത്തൊരു സ്ഥലമാണല്ലോ ഈ ബീച്ച് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കോഴിക്കോട് ബീച്ച്, അതൊരു സംഭവം തന്നെയാണ് അല്ലേ. ഞങ്ങൾ അന്ന് ഒരു സാറ്റർഡേ ആണ് കേട്ടോ പോയത്. പക്ഷെ അവിടെ ഭയങ്കരമായിട്ടും തിരക്കായിരുന്നു. കാരണം ഇതൊരു പാർട്ടീൻ്റെ പ്രോഗ്രാമോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ ഫുള്ളായിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വണ്ടി നിർത്താനുള്ള സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരുപാട് ഫ്രണ്ടിലേക്ക് പോയാലാണ് ഞങ്ങൾക്ക് സ്പേസ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ബീച്ചിനെ കൂടി സംസാരിക്കുമ്പം ഈ കടലിലേക്ക് നോക്കിയിരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും എന്തൊക്കെയാണ് ആലോചിക്കാറ്? സത്യം പറയണമെങ്കിൽ ഞാൻ ഇങ്ങനെ ബീച്ചിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറ് എന്താണെന്ന് വെച്ചാൽ ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ എന്താ പറയുക, നമ്മൾ കാണാത്ത പല സംഭവങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ. മീനുകളൊക്കെ എന്തൊക്കെ ടൈപ്പ് ഉണ്ടാവും അല്ലേ. ഇപ്പം പിന്നെയും ടി വിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് സംഭവങ്ങൾ കാണുന്നുണ്ട്. എന്നാലും അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് എന്തൊക്കെയോ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിന്തകൾ പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. കൂടുതൽ പറഞ്ഞിട്ട് ബോറടിപ്പിക്കണില്ല. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോയേരെ ഞങ്ങൾക്ക് സ്പേസ് കിട്ടി. കാറൊക്കെ അവിടെ വെച്ചേരെ ഞങ്ങൾ കുറച്ചങ്ങോട്ട് നടന്നപ്പോൾ ഒരു ബീച്ച് ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ കേട്ടോ. അപ്പോൾ ആ ഒരു കളി ഞങ്ങൾ കുറച്ചേരം കണ്ടിരുന്നു. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കളി കാണാനൊക്കെ. കാരണം അവരില്ലേ കൈയോട് തൊടാതെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളത് കുറച്ചേരം കണ്ടിരുന്ന് പിന്നെ ഇവർക്ക് അത് ബോറടിച്ച് തുടങ്ങിയപ്പോൾ അവർ കരയാനൊക്കെ തുടങ്ങിയിട്ട് ഉണ്ണിയപ്പോൾ. അപ്പം ഞങ്ങൾ പിന്നെ നമ്മൾ ബീച്ചിന് അങ്ങോട്ടേക്ക് പോയി. അവിടെ നെല്ലിക്കും മാങ്ങയൊക്കെ ഉപ്പിലിട്ടതൊക്കെ കഴിച്ച്, പിന്നെ മക്കൾ എന്താ പറയുക ഫ്രൂട്ടി കഴിച്ച്. അവർക്കത് മതി എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ എൻ്റെ ഹസ്ബൻഡും ഞാനൊക്കെ ഐസ് വെറുതെയൊക്കെയാണ് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിച്ച് കുറച്ചേരം അവിടെ നിന്നേരെ പിന്നെ ഇവർക്ക് വെള്ളത്തിൽ കളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയേരെ ഇവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളും അങ്ങനെ തന്നെയാണല്ലോ. വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ ആകെ മൈൻഡൊക്കെ ഒന്ന് റെഡി ആവുമല്ലോ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരം അവിടെ കടലിൽ കളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ണിക്കൊരു എന്തോ റൗണ്ടിൽ എന്തോ സംഭവം കൈമ കിട്ടിയിട്ടോ. അപ്പം കടലും ഉണ്ണിയും കൂടിയുള്ള കളിയായിരുന്നു. പിന്നെ അവർ രണ്ടുപേരും കൂടിയുള്ളൊരു ഫുട്ബോളാണ് ഞാൻ പിന്നെ അവിടെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അവർക്ക് എന്തോ ഒരു അത്ഭുതം പോലെയായിരുന്നു ഇതൊക്കെ. ഞാൻ അങ്ങനെ അങ്ങോട്ട് കടലിലേക്കൊന്നും വിടാറില്ല, നമുക്കൊരു പേടിയാണല്ലോ. പിന്നെ ഈ പ്രാവശ്യം വിട്ടു. അവർ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനും അത് നോക്കി അവിടെ നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ, എന്നെയും നിങ്ങൾ കണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ സൂര്യൻ അസ്തമിക്കുന്നതും ഒക്കെ കണ്ട് കുറേ നേരം അവിടെ നിന്നു കേട്ടോ. അങ്ങനെ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞേരെ പിന്നെ ഞങ്ങളും വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ. കുറച്ച് നേരം കൂടി നമുക്ക് കടലിങ്ങനെ കാണാമല്ലേ. ഞാൻ ആ സൗണ്ട് ഒഴിവാക്കിയിട്ടില്ല, നിങ്ങളത് കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കേട്ടിട്ട് നമുക്ക് മൈൻഡൊക്കെ സെറ്റാവുന്ന പോലെയാണല്ലോ. അപ്പം ടാറ്റ. You